ശ്രീ ജേക്കബ് ജോർജ് നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് തരൂർ ഉയർത്തിവിട്ട ഭൂതത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ തരൂർ ഉയർത്തിവിട്ട വാക്കുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ഭൂതമായി വർത്തിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വശം ഇവിടെ കൂടുതൽ വ്യക്തമാവുകയാണ്. അത് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ കൂടുതൽ പ്രതിസന്ധികളെ ബോധ്യമാക്കുകയാണ്. കാരണം ശശി തരൂർ ഇന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. ഒന്ന്, ഈ KPCCയുടെ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ തനിക്ക് തൻ്റെ അഭിപ്രായങ്ങൾ പറയാം എന്നാണ് തന്നോട് പറഞ്ഞതെന്നാണ്. പക്ഷേ MM ഹസനും VD സതീശനും അത്തരം ഒരു അഭിപ്രായമല്ല പറയുന്നത്. VD സതീശൻ ഇന്ന് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ MM ഹസൻ പറഞ്ഞത് അങ്ങനെ സ്വതന്ത്ര അഭിപ്രായം പറയണമെങ്കിൽ അത് CWC നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷമേ പറയാവൂ, ആ വിശുദ്ധ സ്ഥാനത്തിരുന്നുകൊണ്ട് പറയരുത്, ഇങ്ങനെയുള്ള വാക്കുകളാണ്. അതായത് കൃത്യമായ ഒരു ബൈഫർക്കേഷൻ നടക്കുകയാണ്. VD സതീശനെ അനുകൂലിക്കുന്നവർ, അതിനെ എതിർക്കുന്നവർ, അത് ശശി തരൂരെങ്കിൽ ശശി തരൂർ, ആരാണ് ആ നേതൃത്വത്തിലേക്ക് വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചില വെണ്ണ നെയ് പിരിയൽ അതിനുള്ളിലുണ്ടോ? ഇതിൻ്റെ പശ്ചാത്തലത്തിലുള്ളൊരു നിരീക്ഷണം. അജിം ഷാദേ, ഇതിനകത്തെ പ്രശ്നം ശശി തരൂർ ഈ പറഞ്ഞത് ശശി തരൂർ ആണ് എന്നതാണ് വിഷയം. ശശി തരൂരിനെ ആർക്കും, കോൺഗ്രസിലെ പലർക്കും, ഡൽഹിയിലാവട്ടെ കേരളത്തിലാവട്ടെ കോൺഗ്രസ് നേതൃനിരയിലുള്ള പലർക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ശശി തരൂർ ഒരു കോളേജിൽ പോയാൽ ആളുകൾ, പിള്ളേരൊക്കെ അങ്ങ് കൂടെ കൂടും, ചുറ്റും കൂടും. അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന് ഒരു താര പദവിയുണ്ട്. അദ്ദേഹം നല്ല വൃത്തിയായിട്ട് ഇംഗ്ലീഷിൽ പ്രസംഗിക്കും. ഒരു റെഫറൻസും വേണ്ട, നോക്കി വായിക്കാൻ ഒരു തുണ്ടുകടലാസ് പോലും വേണ്ട. അത് ലോകത്തെവിടെയാണെങ്കിലും, ബ്രിട്ടനിലാണെങ്കിലും ഐക്യരാഷ്ട്രസഭയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു ഔന്നത്യത്തിൽ, ആഗോള നിലവാരത്തിൽ സംസാരിക്കാനുള്ള ശേഷിയുണ്ട്. അദ്ദേഹം ആഗോള നിലവാരത്തിലുള്ള ഒരു ലോക വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസിൽ അങ്ങനെ വെച്ച് പൊറുപ്പിക്കാൻ ഉള്ള ഒരു സംസ്കാരം നിർഭാഗ്യവശാൽ കോൺഗ്രസ് നേതൃത്വത്തിൽ പലർക്കും ഇല്ല. രണ്ടാമതൊരു കാര്യമുണ്ട്, അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയാൽ കോൺഗ്രസിന് നിഷ്പ്രയാസം അടുത്ത തിരഞ്ഞെടുപ്പ് പിടിക്കാം, അടുത്ത ഭരണം പിടിക്കാം എന്നൊരു സംസാരം പൊതുവേ ഉണ്ട്. അത് ഇതിനുവേണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തയ്യാറായി നിൽക്കുന്ന ഒന്നിലധികം പേർ, ഞാൻ അവരുടെ ഒന്നും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അവർക്ക് ഒരു വലിയ തലവേദനയാണ് ആ കാര്യം. ശശി തരൂർ ഇന്നലെ വന്നയാളല്ലേ, ഞങ്ങളൊക്കെ ഇവിടെ KSU കാലം മുതൽ പ്രവർത്തിക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെയാണ് അവകാശം. ഈ ഞങ്ങൾ എന്ന് പറയുന്നത് ഞാനാവുന്നില്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പറ്റം ആൾക്കാരുണ്ട്, അത് ഏതെങ്കിലും ഒരു നേതാവിലേക്ക് എത്തുന്നില്ല. അതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ശശി തരൂർ ഇങ്ങനെ പറയുന്നെങ്കിൽ ആ പറയുന്നതിനോടല്ല എതിർപ്പ്. ശശി തരൂർ പറഞ്ഞല്ലോ, ഈ ഒരു വടി കൊണ്ട് ശശി തരൂരിനെ അടിച്ച് ആ കൊമ്പത്ത് നിന്ന് താഴ്ത്തിടാം എന്ന് കണക്കാക്കുന്നതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. അതാണ് ശശി തരൂർ നേരിടുന്ന പറഞ്ഞത്. മുസ്ലിം ലീഗിനെ ആ രീതിയിൽ അവഗണിക്കാനാകില്ലല്ലോ. ഇന്ന് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എന്താണ്? PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് പ്രധാനമായും. ഒന്ന്, ഈ ഇപ്പോൾ ശശി തരൂർ പറഞ്ഞ കാര്യങ്ങളെ ഒന്നും തള്ളുന്നില്ല എന്ന് മാത്രമല്ല, തൻ്റെ കാലത്തും ഇത്തരത്തിൽ കിൻഫ്ര അടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള പുരോഗതി ഉണ്ട്, അതിൻ്റെ തുടർച്ചയാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗം എന്ന നിലയിൽ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ പോലും ശശി തരൂർ പറഞ്ഞതിനെ തള്ളുന്നില്ല. മാത്രമല്ല, മറ്റൊരു കൊട്ടുകൂടി ഇന്ന് അദ്ദേഹം പൊതുവേദിയിൽ പറഞ്ഞു. അത് ലീഗിൻ്റെ കുറവ് കൊണ്ട് എവിടെയും UDF തോറ്റിട്ടില്ല, പക്ഷേ UDFലെ മറ്റ് കക്ഷികൾക്ക് ആ കരുത്ത് ബോധ്യമാക്കാനാകുന്നുണ്ടോ എന്ന ചോദ്യം കൃത്യമായി കോൺഗ്രസിന് നേരെയാണ്. അതായത് കോൺഗ്രസിൻ്റെ ചിന്താ പദ്ധതികളിൽ അധിഷ്ഠിതമായുള്ള പ്രവർത്തികൾ ലീഗിനും അതൃപ്തിയുണ്ട് എന്നാണ് സാരം. ലീഗ് എന്നാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ പോലും നിർണ്ണയിക്കാൻ പലപ്പോഴും ശേഷിയുള്ളവരാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതെ അജിം ഷാദേ, UDFൻ്റെ നേതൃത്വത്തിലുള്ള മറ്റ് കക്ഷികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായ കക്ഷിയൊന്നുമില്ല. CMP, RSPക്കും CMPക്കും ഒരൊറ്റ MLA പോലും ഇല്ല. അതോർക്കണം. അപ്പോഴാ UDFിനകത്തെ മറ്റ് കക്ഷികൾ എന്ന് പറയുന്ന, എന്ന് മുസ്ലിം ലീഗ് വിശേഷിപ്പിക്കുന്ന കക്ഷികൾ ഏതാണ്? ഒരു കക്ഷിയേ ഉള്ളൂ, അത് സാക്ഷാൽ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിനെതിരെയാണ് ഈ ഒരു സാഹചര്യത്തിൽ പോലും, ഈ ഒരു സന്ദർഭത്തിൽ പോലും
മുസ്ലിം ലീഗ് ആക്ഷേപിക്കുന്നത്. അതോർക്കണം. ശരിക്കും ഇവിടെ ഈ പ്രശ്നം ശശി തരൂരിനെ എതിർക്കുക എന്നത് തന്നെയാണ്. ശശി തരൂർ പറഞ്ഞതിൽ ഞാൻ പറയട്ടെ, ഒരൊറ്റ ഉദാഹരണം. അജയ് പ്രസാദ് എന്ന തിരുവനന്തപുരത്തുകാരൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച്, അത് കഴിഞ്ഞിട്ട് കൽക്കട്ട IIM-ൽ പഠിച്ച്, അത് കഴിഞ്ഞ് അമേരിക്കയിലെ MIT മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിച്ചത് റിയൽ എസ്റ്റേറ്റ് ആണ് വിഷയം. MIT പഠിച്ചത്. അവിടെ പഠിച്ചിട്ട് തിരുവനന്തപുരത്ത് എത്തിപ്പെട്ടതാണ് UDF-ൻ്റെ ഭരണകാലത്ത്. കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ. പക്ഷേ അതിങ്ങനെ നീണ്ടുപോയി. അവസാനം ഉമ്മൻചാണ്ടി ഇടപെട്ടു. ഉമ്മൻചാണ്ടി വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ട് അതിന് സാങ്ഷൻ കൊടുത്തു. പക്ഷേ ആ 32ാമത്തെ വയസ്സിൽ 1250 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ, ടെക്നോ പാർക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന അജയ് പ്രസാദിനെ പൂർണ്ണമായിട്ട് പിന്തുണ കൊടുത്തത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ്. പിണറായി വിജയൻ അതിനെ 2 കൈ നീട്ടി സ്വീകരിച്ചു. ആ പ്രസ്ഥാനത്തെ ടോറസ് എന്ന അമേരിക്കൻ കമ്പനിയെ ടെക്നോ പാർക്കിൽ ഫേസ് 3-ൽ അവർക്ക് ഉദാരമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇന്നതൊരു വലിയ പ്രസ്ഥാനമായി. ആയിരക്കണക്കിന് ലോകത്തിലെ പ്രമുഖരായ പ്രമുഖ IT കമ്പനികളിലെ ഉദ്യോഗസ്ഥരാണ് അവിടെ ജോലി ചെയ്യുന്നത്. ആയിരക്കണക്കിന് ജോലികൾ, വലിയ വലിയ മൂല്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്. ഇനിയും പണി തീർന്നിട്ടില്ല. അത് കാര്യം നടക്കുന്നു. അത് 2ാം പിണറായി സർക്കാർ സഹായിക്കുന്നു. അതുപോലെയാണ് നിസാൻ എന്ന സ്ഥാപനം വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് തിരുവനന്തപുരത്തുകാരൻ ടോണി തോമസ് വന്നപ്പോൾ മുഖ്യമന്ത്രി അവരെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. ടോണി തോമസുമായിട്ട് 3.5 മിനിറ്റേ എടുത്തുള്ളൂ അജിംഷാദെ ആ ഒരു മീറ്റിങ്ങിന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനമെടുത്തത് 3.5 മിനിറ്റ് കൊണ്ടാണ്. ആ 3.5 മിനിറ്റ് കൊണ്ട് ലോകത്തിലെ ഒരു വലിയ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം, നിസാൻ എന്ന കമ്പനിയുടെ ആസ്ഥാനം, അവരുടെ ഡ്രൈവർലെസ് വെഹിക്കിൾ, ഇലക്ട്രിക് വെഹിക്കിൾ, ഇതിൻ്റെ ലോകം മുഴുവൻ നടക്കുന്ന റിസർച്ച് ഗവേഷണങ്ങളുടെ ഒരു കേന്ദ്രം സ്ഥാപിക്കുക, ഹബ്ബ് സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് സ്ഥാപിച്ചു കൊടുത്തു. അതാണ്. അപ്പോൾ തീർച്ചയായും ഈ ഘട്ടത്തിലാണ് ഞാൻ ഒരു കാര്യം കൂടി താങ്കൾ പറഞ്ഞതിന് ഉപോത്പകമായി തന്നെ ആഡ് ചെയ്യുന്നു. ഈ ആശാപുര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് മുംബൈ ആസ്ഥാനമായുള്ള ഒരു കമ്പനി, അതിൻ്റെ CEO സന്തോഷ് മേനോൻ പറയുന്ന ചില കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ അദ്ദേഹം ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതായത് ശശി തരൂർ പറഞ്ഞത് ശരിയാണ്, കോൺഗ്രസ്സുകാർ എപ്പോഴും വ്യവസായങ്ങൾക്കെതിരാണ്. തൻ്റെ അനുഭവം കിംഫ്രയിൽ 10 ഏക്കർ സ്ഥലം 200 കോടി മുതൽ മുടക്കി ഫാക്ടറി സ്ഥാപിച്ചത് മായി ബന്ധപ്പെട്ട കാര്യമാണ്. ആൻ്റണി സർക്കാരിൻ്റെ കാലത്താണ് അത്തരത്തിൽ സ്ഥാപിച്ചത്. പക്ഷേ അതിനെതിരായി വലിയ നീക്കം കോൺഗ്രസിനുള്ളിൽ നിന്ന് കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ VS സർക്കാരാണ് എല്ലാവിധ സഹകരണവും അവിടെ ഉണ്ടായത്. പക്ഷേ അന്നത്തെ KPCC പ്രസിഡന്റ് പ്രദേശത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിൻ്റെ വസ്തുത എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് കോൺഗ്രസിൻ്റെ എക്കാലത്തെയും സാധാരണഗതിയിൽ CPIM ആണ്, ഇടതുപക്ഷമാണ്, ഒരു വികസന വിരുദ്ധത എന്നൊക്കെയാണ് പ്രചരിപ്പിക്കാൻ പലർക്കും ഉത്സുകത. പക്ഷേ അങ്ങനെയല്ല വസ്തുതയെന്ന് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിലർ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ക്രോഡീകരിച്ച് നൽകിയത്.